ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വെർമിസലി ഉപ്പുമാവായിരുന്നു. പിന്നെ നമ്മൾ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഇന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നു. തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് എളുപ്പം എടുത്ത് പാക്ക് ചെയ്താൽ മതി. പിന്നെ കുഞ്ഞിനെയും റെഡിയാക്കി നമ്മൾ പോയി. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് എവിടെയും നിറയെ റോസാപ്പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ഞങ്ങൾ വെളിയിലോട്ടൊന്ന് നടക്കാൻ ഇറങ്ങി. ഇപ്പം മിക്കവാറും എല്ലാ ദിവസവും പോകുന്നുണ്ട്. കുഞ്ഞിന് പാർക്കിൽ കളിക്കാൻ നമുക്കൊന്ന് നടക്കുകയും ചെയ്യാം. വിൻ്ററാകുമ്പോൾ പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, മുറി തന്നെ ഇരിക്കണം. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം ഉപയോഗിക്കണം. പിന്നെ ഞാൻ അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കി കുടിച്ചു. ഈ ചൂടിൽ നിന്നൊരു മോചനം. നല്ല പൊള്ളുന്ന വെയിലാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന് കയറിയാലും നമുക്ക് ആ ഉഷ്ണമുണ്ട്. പിന്നെ കുറേ നേരം ചുമ്മാ ആയിരിക്കും. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ എൻ്റെ ഡിന്നർ ഇഡലി സാമ്പാറുമാണ്. അപ്പോൾ മാവൊക്കെ രാവിലെ തന്നെ റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ നമുക്ക് അത്ര ആസ്വദിച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് വൈകിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. സാമ്പാർ എന്ന് പറയുന്നത് എൻ്റെ ഒരു എളുപ്പത്തിലുള്ള സാമ്പാറാണ്. എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ ഇട്ട് ഉണ്ടാക്കും. പക്ഷേ സംഭവം നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് തന്നെ താമസിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള എളുപ്പത്തിലുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്നത്. എന്തായാലും ഇഡലി സാമ്പാർ ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടാവില്ല. അതെല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഡിന്നർ കഴിച്ചു. അപ്പോൾ ബൈ.